ചില സമയത്ത് കർത്താവിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് പോകാൻ നമുക്ക് ഭാരമായി വരും, ഉൾക്കൊള്ളാൻ പറ്റാണ്ട് വരും. ചില കാര്യങ്ങളിലെ കർത്താവിൻ്റെ വചനങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് ഭാരമായി വരും. അപ്പം നമ്മുടെ മനസ്സത് റിജക്റ്റ് ചെയ്യുക. അപ്പോഴാണ് ശ്രവണാഭിഷേകം എന്ന് പറഞ്ഞ ഒരു ആധ്യാത്മിക സങ്കേതമുണ്ട്. ശ്രവണാഭിഷേകം എന്നാൽ ദൈവവചനമോ വചനാധിഷ്ഠിതമായ അനുഭവങ്ങളോ ഒരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ പറ്റാണ്ട് വരുമ്പോഴാണ് നമ്മുടെ അന്ധക്കരണത്തിന് അഭിഷേകം ഉണ്ടാകേണ്ടത്. നമുക്ക് 2 കരണമുണ്ടല്ലോ, ഒന്ന് ബാഹ്യകരണം, പിന്നെ ഒന്ന് ആത്മാവിൻ്റെ മനുഷ്യന് ആന്തരിക മനുഷ്യനും ബാഹ്യ മനുഷ്യനുമുണ്ട്. പൗലോസിൻ്റെ വെളിപാടുകളാണ്. അപ്പോൾ ആന്തരിക മനുഷ്യൻ്റെ കരണങ്ങൾ സ്ഥൂലമായ കരണങ്ങളാണ്. ബാഹ്യ മനുഷ്യൻ്റെ കരണങ്ങൾ സ്ഥൂലമായ ഇങ്ങനെ പിടിക്കാനും തൊടാനും പറ്റുന്ന രീതിയിലുള്ള കരണങ്ങളാണ്. ഇനി ആന്തരിക മനുഷ്യൻ്റെ കരണങ്ങൾ ചെവി സൂക്ഷ്മമായ കരണങ്ങളാണ്. വചനം കേൾക്കണത് ആന്തരിക മനുഷ്യൻ്റെ ചെവികളിലേക്കാണ് പോണത്. എന്നിട്ട് അത് അഭിഷേകമായി മാറും. ഇപ്പോൾ ഹേലി സാമുവേൽ 1 സാമുവേൽ 3-ാം അധ്യായത്തിലേക്ക് ഹേലിയും സാമുവേലും കിടന്ന് ഉറങ്ങണില്ലേ? ശിഷ്യനും ഗുരുവും കിടന്ന് വാഗ്ദാന പേടകത്തിൻ്റെ താഴെ കിടന്ന് ഉറങ്ങുക. പെട്ടെന്ന് സാമുവേൽ എന്ന് വിളി കേൾക്കും. അപ്പോഴേ എന്നാ ചെയ്യും? സാമുവേൽ ഗുരുവായ റബ്ബിയായ ഹേലിയോട് ചോദിക്കും, റബ്ബി എന്നെ വിളിച്ചോ? അപ്പോൾ പറയും, ഞാൻ നിന്നെ വിളിച്ചില്ല, നീ കിടന്നോളാൻ പറയും. പിന്നെയും പെട്ടെന്ന് കഴിയുമ്പോൾ സാമുവേൽ എന്ന് വിളിക്കും. അപ്പോഴും അതുപോലെ തന്നെ ഹേലിയോട് ചോദിക്കും, റബ്ബി എന്നെ വിളിച്ചോ? ഇല്ല എന്ന് പറയും. 3-ാം പ്രാവശ്യത്തിന് മുമ്പ് ഹേലിക്ക് കാര്യം മനസ്സിലാകും, വിളിച്ച ആൾ വേറെയാണ് എന്ന് പറയും. അപ്പോൾ പറയും, സാമുവേൽ നിന്നെ ഇനി വിളിക്കണമെങ്കിൽ നീ പറയണം, ലോർഡ് ഹിയർ ഐ ആം, കർത്താവേ ഇതാ ഞാൻ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, സാമുവേൽ ഹേലിയും ഒരു സ്ഥലത്ത്. ഇപ്പോൾ ഞാൻ പറയണത് നിങ്ങൾക്കെല്ലാം കേൾക്കാൻ പാടില്ലേ? ഇല്ലേ? ഒരാൾ കേൾക്കുകയോ ഒരാൾ കേൾക്കാതിരിക്കുകയും ചെയ്യണില്ലല്ലോ. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മുടെ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കേൾക്കണത്. അതുകൊണ്ടാണ്. അപ്പോൾ മറ്റത് ഒരേ സമയത്ത് സംസാരിച്ചിട്ട് ഹേലിക്ക് കേൾക്കാൻ പറ്റണില്ല, ഗുരുവിന് കേൾക്കാൻ പറ്റണില്ല, ശിഷ്യന് കേൾക്കാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ശിഷ്യൻ കേട്ടത് ഈ ചെവി കൊണ്ടാണെങ്കിൽ ഗുരു ഈ ചെവി കൊണ്ട് കേൾക്കേണ്ടതല്ലേ? അല്ലേ? ശിഷ്യൻ കേട്ടത് ഈ ചെവി കൊണ്ടാണെങ്കിൽ ഗുരു ആ ചെവി കൊണ്ട് തന്നെ കേൾക്കേണ്ടത്. അപ്പോൾ ഈ ചെവി അല്ലാതെ വേറൊരു ചെവി ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അതാണ് അന്ധക്കരണം, ആത്മാവിൻ്റെ ചെവികൾ. ഈ അന്ധക്കരണത്തിലാണ് നമുക്ക് അഭിഷേകം വേണ്ടത്. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അന്ധക്കരണങ്ങൾ അടഞ്ഞുപോയൊരു സമയമുണ്ടായി. എപ്പോഴാണ് ഈ അന്ധക്കരണങ്ങൾ അടഞ്ഞു പോണത്? പ്രയാസങ്ങൾ കൂടുമ്പോൾ അന്ധക്കരണങ്ങൾക്ക് ചില സമയത്ത് അടവി സംഭവിക്കും. പിടിയിടിയാ പ്രയാസങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈശോ ശിഷ്യന്മാരോട് എന്നാ പറയണത്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, അവൻ മനുഷ്യപുത്രനെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, അവർ അവനെ വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇങ്ങനെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് പറയണത് കാരണം അപ്പോസ്തലന്മാർക്കത് അന്ധകരണങ്ങളിലേക്ക് അഭിഷേകമില്ലാതിരുന്ന കാരണം അത് മനസ്സിലായില്ല. അവർ ദുർന്യായമൊക്കെ പറയാൻ തുടങ്ങി. എന്താണ്? നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ, ദൈവം കനിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവിൻ്റെ വചനങ്ങളെ റിജക്റ്റ് ചെയ്തു, ഇല്ലേ? ഇതുപോലെ വിശ്വാസിയുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ അത്യാവശ്യമായിട്ട് വരുന്നതായിരിക്കും. കാര്യം എന്താണ്? ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകണം? പീഡാസഹനങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഇന്നവിറ്റബിൾ ഈവിൾ പോലെ അപ്രതിരോധ്യമായ അനിവാര്യമായ ഒരു തിന്മ പോലെ ചില സമയത്ത് കുരിശ് വരും. ഈ അനിവാര്യമായ കുരിശ്
വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ വിശ്വാസിക്ക് പറ്റാണ്ട് വരുമ്പോൾ വിശ്വാസി സ്വാഭാവികമായിട്ടും അതിനെ റിജക്റ്റ് ചെയ്യാം, അതിനെ തിരസ്കരിക്കും. പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈശോ ഇവരെ താബോർ മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. നമുക്കൊരിടത്ത് പോകാം. കാര്യം ഈശോ പറയണ ഒന്നും അവർക്ക് മനസ്സിലാവണില്ല. പത്രോസ് വരെ ഈശോനെ മാറ്റി നിർത്തി ദുർന്യായം പറയാൻ തുടങ്ങിയിരിക്കുക. വചനത്തിനെതിരെ പ്രതിരോധിക്കുമ്പോൾ പത്രോസിനോട് പറഞ്ഞു, നമുക്ക് നാളെ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറയും. അങ്ങനെ വിളിച്ചുകൊണ്ട് അപ്പായുടെ അടുത്ത് കൊണ്ടുചെല്ലും. അപ്പാടെ മലമുകളിൽ ഇവർ കയറി താബോറിൻ്റെ ഉച്ചിയിലെത്തുമ്പോഴേ പെട്ടെന്ന് കർത്താവിൻ്റെ ലക്ഷണം മാറും. അവൻ്റെ മുഖം സൂര്യനെപ്പോലെ ശോഭിക്കും, അവൻ്റെ വസ്ത്രം വെള്ള വീശും, മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ദിസ് ഈസ് മൈ ബിലവഡ് സൺ, പ്ലീസ് ഹിയർ ഹിം. ഇതാണ് ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. അപ്പോൾ നമ്മൾ അത് 17-ാം അധ്യായം 9-ാം വാക്യമാണ് എന്തിൻ്റെ മത്തായിയുടെ സുവിശേഷം. പണ്ടിതുപോലെ പറഞ്ഞായിരുന്നു. എവിടെ വെച്ചാണ് പറഞ്ഞത്? ജ്ഞാനസ്നാന വേളയിൽ പറഞ്ഞു. അത് പറഞ്ഞത് ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കണം എന്നാണ് പറഞ്ഞത്, അല്ലേ? ഇപ്പോൾ സംപ്രീതനായിരിക്കണം എന്നല്ല പറയണത്, ഇപ്പോൾ അവനെ ശ്രവിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ശ്രവണ അഭിഷേകം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് സങ്കടം കാര്യം പരീക്ഷയ്ക്ക് തോക്കുകയോ കല്യാണം താമസിക്കുകയോ കുഞ്ഞുങ്ങളുണ്ടാകാൻ താമസിക്കുകയോ ചെയ്യുമ്പോൾ ഈ ശ്രവണാഭിഷേകം പതുക്കെ ഡാമേജ് ആകും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോഴേ ശ്രവണാഭിഷേകം നമുക്ക് കർത്താവിൻ്റെ വചനം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, മടുപ്പാകും, ഇങ്ങനെ പോകും. അങ്ങനെ വരുമ്പോൾ വേറെ മരുന്നൊന്നുമില്ല ഇതിന്. പ്രാർത്ഥന കുറഞ്ഞാൽ അത് പ്രാർത്ഥന തന്നെ അതിന് മരുന്നുള്ളൂ. ഉഷ്ണ ശാന്തി തന്നെയാണ്. എന്തെങ്കിലും തരത്തിൽ നമ്മളുടെ ഒരു അഭിഷേകം പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാനുള്ള മാർഗം എന്താ? പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥന നഷ്ടപ്പെട്ടാൽ അതിനെ പ്രതിരോധിക്കാനും അതിജീവിക്കാനുള്ള മാർഗം പ്രാർത്ഥന തന്നെയാണ്, വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് ഈശോ താബോറിലേക്ക് അവരെ കൊണ്ടുവരണം. അപ്പോഴേ പിതാവ് അവർക്ക് ശ്രവണാഭിഷേകം കൊടുക്കും. എന്താണ്? ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, നിങ്ങൾ സംശയിക്കേണ്ട, അവനെ ശ്രവിക്കുവിൻ. അപ്പോഴാണ് ശ്രവണാഭിഷേകം കിട്ടണത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന മഹത്വം മഹത്വം മഹത്വം. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന മഹത്വം മഹത്വം. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾക്ക് എന്താ വേണ്ടത്? കൂടുതൽ പ്രയാസങ്ങൾ ഇരിക്കുന്നവർക്ക് എന്താ വേണ്ടത്? ശ്രവണാഭിഷേകമാണ് വേണ്ടത്, അല്ലേ? അതുകൊണ്ട് കൈകളൊന്ന് കാതിൽ വെച്ച് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ശ്രവണാഭിഷേകത്തിനായി അങ്ങയുടെ കഠിന വചനങ്ങളെ ജീവിതാനുഭവമാകുമ്പോഴേ ഉൾക്കൊള്ളാൻ പറ്റാതെ ഞാൻ വിഷമിക്കുമ്പോഴേ അങ്ങയുടെ വചനങ്ങളെ മത്തായിയുടെ സുവിശേഷത്തില് എഴുതിയിരിക്കുന്ന പോലെ അങ്ങയുടെ ഭാരം ലഘുവായി അനുഭവിക്കുവാൻ മത്തായി 11:28 അടിയൻ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ വചനത്തെ ലഘുവായി ഗ്രഹിക്കുവാൻ എൻ്റെ അന്ധകരണങ്ങളിലെ അഭിഷേകം നൽകണമേ. അമ്മേ പരിശുദ്ധമേ, എല്ലാ മലാഖമാരെ, വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out His Spirit, pour out the Spirit of hearing the word of God. Lord Jesus, കർത്താവേ, അങ്ങയുടെ വചനം അനുസരിക്കുവാൻ ആന്തരികമായ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, അങ്ങയുടെ വചനങ്ങൾ ശ്രവിക്കുക, ആത്മാവിൻ്റെ ചെവികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
യേശുവേ ആരാധന. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, നിൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും ഒരുമിച്ച് പാടട്ടെ. എളിമയുമുള്ളവനേ ഈശോയേ, ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇന്ന് ഒരു സാമുവലിൻ്റെ കഥ നമ്മൾ കേട്ടതാണല്ലേ. സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു സാമുവലിനെ കുറിച്ച് പറഞ്ഞില്ലേ, സാമുവൽ ജോസഫ് സാംസൺ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ സ്റ്റെനിയുടെ സാക്ഷ്യത്തിൽ സ്റ്റെനി സാംസൺ, അതാണ് ഇന്ന് ഡയറക്റ്റ് ചോയ്സ് ആയിട്ട് പറയണത്. സ്റ്റെനി പറഞ്ഞത് ആ സാമുവിൻ്റെ പേര് പോലും ബൈബിളിൽ നിന്ന് മനുഷ്യൻ ഇത്രയും ഇപ്പോഴും പഠിക്കാൻ തുടങ്ങിയല്ലേ. സാമുവിൻ്റെ പേരെന്നായിട്ടാന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയവൻ. എന്താ അർത്ഥമാണ്? സാമുവേലിനെ ഇതുപോലെ എന്നാ ചോദിച്ചു വാങ്ങിയതാ ദൈവത്തോട്. കർത്താവിൻ്റെ മുമ്പിൽ മക്കളില്ലാതെ വന്നപ്പോഴേ എന്നാ വന്ന് പിച്ചും പെയ്യും പറഞ്ഞ പോലെ തോന്നിയപ്പോൾ ഇവൾ വെള്ളം അടിച്ചിട്ട് വന്ന് സംസാരിക്കണം വിചാരിച്ചുകൊണ്ട് ഹേലി പറഞ്ഞു, നിനക്ക് എന്നാ പറ്റിയെന്ന് പറഞ്ഞ്. അപ്പം എന്നാ പറഞ്ഞ്, എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യണ ആളല്ല, എൻ്റെ മനസ്സിന് സഹിക്കാൻ പറ്റണില്ല. എനിക്കൊരു കുഞ്ഞിനെ കർത്താവ് തരികയാണെങ്കിൽ കർത്താവിന് തന്നെ ഞാൻ തന്നേക്കാം, എന്നാലൊരു കുഞ്ഞിനെ കണ്ട് എനിക്ക് മരിക്കണം. നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് എന്നെ മച്ചിയാണെന്നൊക്കെ പറഞ്ഞ് എത്ര പേര് ആക്ഷേപിക്കുന്നുണ്ട്. ആൾക്കാരുടെ ആക്ഷേപത്തിൽ നിന്ന് എൻ്റെ മാനം രക്ഷിക്കണം എന്നൊക്കെ വളരെ ലളിതമായിട്ട് ഇവൾ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കും. അതാണ് ആ സാമുവേൽ. അങ്ങനെയാണ് സാമുവേൽ ജനിക്കണത്. ഹന്നയ്ക്ക് സാമുവേൽ ജനിക്കാൻ കാരണം അതാണ് ദൈവത്തോട് ഞാൻ ചോദിച്ചു വാങ്ങിയതാണെന്ന്. അപ്പം നമ്മുടെ സങ്കടങ്ങൾ അവിടെ ആ പ്രാർത്ഥന സാമുവേലിൻ്റെ പുസ്തകത്തിലുണ്ട്. എന്ത് രസമാണെന്നറിയാവോ? അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യന്മാരെന്നെ മച്ചി മച്ചി എന്ന് വിളിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നാട്ടുകാരുടെ മുമ്പിൽ എനിക്കൊന്ന് പെറ്റ് കാണിക്കണമെന്ന് പറഞ്ഞ്, എനിക്കൊന്ന് പെറ്റ് കാണിക്കണം. അന്നത്തെ കാലത്ത് ദൈവശാപം എന്നാണ് പറയണത്. മക്കളില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ദൈവശാപം എന്നാണ് പറയണത്. അപ്പം സമൂഹത്തിൻ്റെ ഈ കണ്ണും ഒക്കെ കണ്ട് ആൾക്കാർ ഇവളെ ഇങ്ങനെ തഴഞ്ഞ് കളയണമൊക്കെ ഓർത്തിട്ട് കർത്താവിൻ്റെ മുമ്പിൽ വന്ന് വേദനയോടെ പറയും. ഈ നമ്മൾ തഴയണതൊന്നും നമുക്ക് നാക്കില്ലാഞ്ഞിട്ടാണ് ഈ കുഴപ്പം വരുന്നത്. നമ്മൾ തഴയപ്പെടണത്. നിങ്ങൾ തഴയപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, ഞാൻ തഴയപ്പെടുന്നുണ്ട്, വീടില്ലാത്ത കാരണം ഞാൻ തഴയപ്പെടുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് ഫീസ് സമയത്ത് കൊടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ തഴയപ്പെടുന്നുണ്ടെന്ന് പറയണം. എൻ്റെ മക്കളും നാട്ടുകാരുടെ മുമ്പിൽ തഴയപ്പെടുന്നുണ്ടോ? പണ്ട് പൂച്ചക്കണ്ണുള്ള ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു ബൈബിളിൽ, ലയായും റാഹേലും ഇല്ലേ. അപ്പം ലയ തഴയപ്പെടുന്നതായി കർത്താവ് കണ്ടു എന്ന് ബൈബിളിലൊരു വാക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലയ തഴയപ്പെടുന്നതായി കർത്താവ് കണ്ടു. അപ്പം നിന്നെ തഴഞ്ഞാൽ, വീടില്ലാത്തതിൻ്റെ പേരിൽ, വഴിയില്ലാത്തതിൻ്റെ പേരിൽ, ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ, സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ, പണമില്ലാത്തതിൻ്റെ പേരിൽ, ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ നീ തഴയപ്പെടാൻ നിന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. കൈ അടിച്ച് കർത്താവ് ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, എമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, എമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം വാക്കുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം വാക്കുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, എമ്മാനുവേൽ നിന്റെ കൂടെ
കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വചനം ഇതാണ്. ഉൽപ്പത്തി 19:31 എന്ന് പറഞ്ഞേ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 29-ാം അധ്യായം 31-ാം വാക്യം. ലേയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞേ, ലേയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. അപ്പം നിന്റെ അവഗണനകള് കർത്താവ് കാണും. എന്താ ചെയ്തത്? അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞ്, അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. ഇനി മക്കളില്ലാത്തവര് വയറ്റെ കൈവച്ച് കർത്താവ് നിനക്ക് ശക്തി തരും. ഇനി മക്കളില്ലാത്തവർ വയറ്റത്ത് കൈവെക്കുക, കർത്താവ് നിനക്ക് ഗർഭധാരണ ശക്തി നൽകും. അച്ഛനോട് ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം. ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്, pour out your spirit. Lord Jesus, pour out your spirit. Touch with your fire finger. Soak with the precious blood. Lord, increase your spirit of power and grace. അഭിഷേകമേ, സന്തോഷത്തോടെ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ ചിലര് ലൈവായിട്ട് കാണുമ്പോൾ ചിലവർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ കൊച്ചുണ്ടാകുമെന്ന് ചോദിക്കും. ഇന്ന് സ്റ്റെനിയുടെ സാക്ഷ്യം എന്താണ് നിങ്ങൾ കേട്ടത്? സ്റ്റെനി മരിയം കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് ബ്രദറിൻ്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബ്രദർ കർത്താവിൻ്റെ കുരിശെടുത്ത് സ്റ്റെനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്നൊരു പവർ അടിച്ചിട്ടു അവിടെ കൈക്ക് ഷോക്കടിക്കും. അത് നമ്മൾ കർത്താവ് ലൈവായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് അടയാളങ്ങൾ ഇതുപോലെ കാണിക്കുന്നത്. അപ്പം അടിവയറ്റിൽ അവർക്ക് ചൂട് അനുഭവപ്പെടും. പിന്നെ എന്തോ ഒഴുകി മാറുന്ന പോലെ അവർക്ക് ബോഡിയിൽ ഫീൽ ചെയ്യും. ആ സ്റ്റോറി പോണ പോക്ക് കണ്ടില്ലേ? സന്ധ്യയാകുമ്പോഴാണ് പിന്നീട് ആരാധന വരണത്. മരിയം കൃപാഭിഷേക ധ്യാനത്തിൻ്റെ ആരാധന സന്ധ്യക്കാൻ. അവിടെ സംഭവിച്ച കാര്യമൊന്നും എനിക്കറിയത്തില്ല, ഞാൻ അന്വേഷിക്കാറേയില്ല. കൗൺസിലിംഗ് 12 മണിക്ക് കർത്താവ് അത് കൗൺസിലിംഗ് സമയത്ത് ആ സിസ്റ്റിലുള്ള മുഴ പൊട്ടിച്ചതായിട്ട് ആരാധനയ്ക്കാണ് പറയണത്. അപ്പോഴാണ് സ്റ്റെനി മനസ്സിലാക്കുന്നത് രാവിലെ ഒഴുകിയ സ്രാവം മുഴ പൊട്ടിയതാണെന്ന് തിരിച്ചറിയുക. പിന്നീട് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറി, തടസ്സങ്ങൾ മാറി. പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ അവസാന ഉടമ്പടി 1 കൊല്ലം പൂർത്തിയാക്കും. 1 കൊല്ലം പൂർത്തിയാക്കുമ്പോഴും കുഞ്ഞുണ്ടാവത്തില്ല. അവിടെ അമ്മയുടെ മുമ്പ് വന്നിച്ചും പറയണൊരു വർത്തമാനമുണ്ട്. എന്താ? എൻ്റെ ഉടമ്പടി 1 കൊല്ലം പൂർത്തിയായ അമ്മേ, എനിക്ക് പരാതിയൊന്നും ഇല്ലെന്ന്. അപ്പം അത് ഭയങ്കര ചങ്ക് പൊട്ടിയാണ് പറയണത്. ഒരു വല്ലാത്ത പറച്ചിലാണ് ആ സംഭവം. അതായിരുന്നു ഏറ്റവും അഭിഷേകമുള്ള വാക്ക്. 1 കൊല്ലം പൂർത്തിയായ അമ്മേ, എനിക്ക് പരാതിയൊന്നും ഇല്ലെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ആ രാത്രി അമ്മ പ്രാർത്ഥന ഏറ്റെടുക്കുകയാണ്. പിന്നെ ഇവൾക്കൊരു പനി വരുമ്പോഴാണ്, 3-ാം ദിവസം പനി വന്നിട്ട്, പനി വരുത്തിയതാണ് ദൈവം. എന്താ? അവൾക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുത്തെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പനി വരുത്തി. പനി ചെന്ന് ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറയണേ, നീ പ്രഗ്നൻ്റ് ആണെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ആ സ്റ്റോറി എന്ത് മനോഹരമായിട്ടാണ് കർത്താവ് മക്കളെ ജീവിക്കണ ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ ജീവിക്കണത്. കൈയടിച്ച് കർത്താവ്
ഹല്ലേലൂയ മഹത്വം 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 പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ദൈവ മനസ്സിന് പ്രീതികരമായ പ്രാർത്ഥനയായിരിക്കത്തില്ല. പരിശുദ്ധാത്മാവിനറിയാം ദൈവ തിരുസ് മനസ്സിൽ പ്രീതികരമായ പ്രാർത്ഥന എന്താണെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവളുടെ മനസ്സിൽ കൊടുക്കുന്നത്. ഇതാണ് ഞാൻ ഈശോ പറയുന്നത്, നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. എന്തിനാണെന്നറിയാവോ? ലൂക്കാ 18:1 എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് പറഞ്ഞ്, നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. എന്തിനാ നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്? നിരന്തരം ദൈവ തിരുസന്നിധിയിൽ നിൽക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥന നമ്മളെ നിരന്തരം ദൈവ തിരുസന്നിധി നിൽക്കും. അതിനാണ് നമ്മൾ ശരണം എന്ന് പറയണത്. വിശ്വാസത്തിൻ്റെ പുണ്യത്തിനേക്കാൾ ഒരു പടി കൂടി കൂടുതലാണ്. മക്കളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുമ്പോൾ വിശ്വാസത്തിൽ നമ്മൾ ശരണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ശരണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിൽ ഇടപെടും. എന്താണ്? ശനി, ഇത്രയും നാൾ നീ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ഇനി കർത്താവിന് പ്രീതികരമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഈ വിഷയത്തിന് തീരുമാനമുണ്ടാകും. അതുകൊണ്ട് പരാതിയില്ലെന്ന് പറഞ്ഞേക്കാൻ പറയും. എനിക്ക് പരാതിയില്ലെന്ന്. കാര്യം പരാതിയില്ലാത്ത 2 പേരാണ് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത്. കർത്താവിനെ അവൻ ദ്രോഹം അനുഭവിച്ചപ്പോഴേ അവനൊന്നും ഉരിയാടിയില്ലെന്നാണ് പറഞ്ഞത്, അല്ലേ? രക്ഷാകരമായ ദൗത്യങ്ങളിൽ ഈശോയുടെ ഒരു നിലപാടാണത്. ഐസയ 53:7 അവൻ ദ്രോഹം അനുഭവിച്ചപ്പോൾ പറഞ്ഞേ, അവനൊന്നും ഉരിയാടിയില്ല. അപ്പം ഈ ദ്രോഹത്തിൻ്റെ മുമ്പിലെ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ സങ്കടത്തിൻ്റെ മുമ്പിലെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ ഇങ്ങനെ നീളുമ്പോൾ നമുക്കുണ്ടാകുന്ന, കുടുംബത്തിലുണ്ടാകുന്ന വേദനകളുടെ മുമ്പിലെ നമ്മൾ കൈവരിക്കേണ്ട ഒരു നിലപാടാണത്. എന്താണ്? ഒന്നും ഉരിയാടിയില്ല. എന്താ കാര്യം? അവൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയോ ഇല്ലെന്ന് പറഞ്ഞില്ലേ? അതിനാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവനൊന്നും, അതാണ് സ്റ്റെനി പറഞ്ഞത്. സ്റ്റെനിയോ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്ത രഹസ്യമാണത്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. കൈയടിച്ച് കർത്താവ് അഭിഷേകമേ കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഈ ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ പ്രാർത്ഥനയിൽ സംയോജിക്കും. അപ്പോഴാണ് ഈ രഹസ്യം കൈമാറുന്നത്. നമ്മുടെ ഈ വാചിക പ്രാർത്ഥനയില്ലേ, ചില കാര്യങ്ങൾ വാചിക പ്രാർത്ഥന കൊണ്ട് നടക്കാതെ വരുമ്പോൾ നമ്മൾ ക്ലാസ് മാറ്റം ഉണ്ടാക്കിയാൽ മതി. എന്താ കാര്യം? അതായത് കർത്താവ് ഏക ആത്മാവാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ കർത്താവിൻ്റെ വചനത്തിൽ. യോഹന്നാൻ 4:24 കർത്താവ് ആത്മാവാകുന്നു. ഇനി കർത്താവിനോടുകൂടെ യോജിക്കുന്നവൻ അവനോടുകൂടെ ഏക ആത്മാവായി തീരുന്നു. അതും വചനമാണ്. 1 കൊരിന്ത്യർ 6:7 വചനം. നമ്മൾ പ്രാർത്ഥനയിൽ കർത്താവുമായി യോജിച്ച് കഴിയുമ്പോൾ, അവനുമായി നമ്മൾ ഏകാത്മാവായി തീരുമ്പോൾ, ആ ഏകാത്മാവിൽ വെച്ചാണ് രഹസ്യങ്ങളെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. 1 കൊരിന്ത്യർ 2:16. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനസ്സെന്താണ്? പരാതിപ്പെടാതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലതെന്ന്. അതാണ് സ്റ്റെനി പറയണത്. ഒരു കൊല്ലമായി ഉടമ്പടി കഴിഞ്ഞിട്ട് എനിക്ക് പരാതിയൊന്നുമില്ല. ആ സ്റ്റെനിക്ക് മാത്രമല്ല, അമ്മയും ആ ഒരു കാര്യത്തിൽ
മിടിക്കുക. കാര്യം ഈശോയെ പോലെ തന്നെ ഞാൻ കൂട്ടി പറയണതാണ്. കാര്യം ചാണാക്കുഴി പെറ്റ് കിടന്ന കാലത്ത് ആട്ടിടയന്മാർ പെറ്റതില്ലേ, മാന്യമര്യാദയ്ക്ക് അന്നാവന്മാരുടെ കൂടെ വീട്ടിലെ ഭക്ഷണം കഴിച്ച് സമാധാനത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. പിടിച്ചിറക്കി കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അത് പെറാനായ സമയത്ത് എന്ത് ഒരു ഒന്ന് കുറഞ്ഞ 6:7 തന്നെയാണ് ഈ വചനമുള്ളത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ദ്രോഹം ക്ഷമിച്ചുകൂടാ? പ്രാർത്ഥന താമസിക്കുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന കുറേ ദ്രോഹങ്ങളുണ്ടാകും. പ്രാർത്ഥന താമസിക്കുന്നതനുസരിച്ച് അതുമൂലം ഉണ്ടാകുന്ന ചില ദ്രോഹങ്ങളുണ്ടാകും. ഇപ്പം നമുക്ക് കടക്കാർക്ക് നമുക്ക് സമയത്ത് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ തന്തയ്ക്ക് വിളിക്കും, വീട്ടിൽ വന്ന് വെളുപ്പിന് എഴുന്നേറ്റ് വിളിക്കും, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ദ്രോഹമാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കേണ്ട സമയത്ത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കണത് എന്താണ്? ദ്രോഹമായിട്ടാണ് അനുഭവിക്കണത്. ഇപ്പോൾ വിസയുടെ താമസമൊക്കെ പറയുന്നില്ലേ? വിസയുടെ താമസം പറയുമ്പോഴും നമുക്ക് അഡ്മിഷൻ ആരംഭിച്ചു, 15-ാം തീയതിക്കുള്ളിൽ ജൂലൈ 15-ാം തീയതിക്കുള്ളിൽ കയറിപ്പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ മാത്രമല്ല പ്രശ്നം, അവിടുത്തെ ഹോസ്റ്റൽ കാനഡയിലെ ഹോസ്റ്റൽ പ്രശ്നം ഉണ്ടാകും, ഫുഡ് അക്കോമഡേഷൻ എല്ലാം പ്രശ്നമാണ്. ദ്രോഹമാണ് വരാൻ പോണത്. ചില സമയത്ത് പ്രാർത്ഥന താമസിക്കുന്നതിലൂടെ ഇതുപോലുള്ള ചില ദ്രോഹങ്ങൾ വരാം. അപ്പോഴേ ഒരു വിശ്വാസി കൈവരിക്കേണ്ട നിലപാടാണ്, ദൈവം എന്നോടിങ്ങനെ ചെയ്തല്ല എന്ന് പൊട്ടത്തരവെന്ന് വിളിച്ച് പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ ഉടമ്പടി എടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവമേ എന്ന് പറഞ്ഞ് നടന്നിട്ടും എനിക്ക് അവസാനം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കിട്ടിയില്ലല്ല, എന്നോട് ഈ ദ്രോഹം ചെയ്തല്ല എന്ന് പറയരുത്. നിങ്ങൾ പറയും, പരിശുദ്ധാത്മാവില്ലെങ്കിൽ പറയും, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മിണ്ടണ്ടെന്ന് പറയും. കാരണം പണ്ട് ഇവിടെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന് ഓർക്കേണ്ടത്. യുക്രൈനും റഷ്യയും തമ്മിൽ അടിയാണ്. യുക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടി തീരുമാനമെടുത്തു, റഷ്യ വിട്ടുകൊടുക്കത്തില്ല. കാര്യം അവിടെ പല ആണവ റിയാക്ടർ യുക്രൈനിലാണ് ഉള്ളത്. അപ്പോൾ റഷ്യ യുക്രൈനിലെ പിടിക്കുന്നു, ജനങ്ങൾ യൂറോപ്പിനോട് മനസ്സുള്ളത്. പക്ഷേ റഷ്യൻ ഗവൺമെൻറ് ഇവർ തമ്മിൽ യുദ്ധമായ അവസാനം. യുദ്ധമായപ്പോൾ എന്നാ പറ്റി? നമ്മുടെ നാട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോയ കുട്ടികളുടെ ഹോസ്റ്റലിൻ്റെ അവിടെ മെഡിക്കൽ കോളേജിൽ ബോംബ് വീണ്. അപ്പോൾ തന്നെ കോളേജ് അടച്ച് അവരപ്പം തന്നെ അവിടെ നിന്ന് രാത്രി നാട്ടിലേക്ക് പാക്ക് ചെയ്ത് 2 കൊല്ലം പഠിച്ച് പ്രോജക്റ്റ് വരെ ഹോസ്റ്റലിൽ ഇരിക്കുകയാണ്. ബോംബ് വീണപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോന്ന്. ആ കോളേജും പോയി, ആ പഠനവും പോയി, ആ പ്രോജക്റ്റും പോയി, ആ 2 കൊല്ലവും പോയി, സർട്ടിഫിക്കറ്റും പോയി, മൊത്തം പോയി, എല്ലാം പോയി. അവർ വന്ന് ഉടമ്പടി ചെയ്ത് എൻ്റെ അടുത്ത് വന്നിരുന്നത് ഇനി എന്താണ് ജീവിതമെന്ന് ചോദിച്ചു. കാര്യം കാശാ പോയി, 10-25 ലക്ഷമായി. ഇനി എന്ത് ചെയ്യും? കോളേജ് ബോംബിട്ടിരിക്കുകയാണ്, യുക്രൈൻ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും ഓർക്കുകയെ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാനാണ് വഴിയെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലേ? 14:6 നമ്മളതിലല്ലേ വിശ്വസിക്കണത്? കർത്താവിൻ്റെ വചനത്തിലല്ലേ വിശ്വസിക്കണത്? ഞാൻ പറഞ്ഞു, കർത്താവിന് ഈ വിഷയത്തിൽ വഴിയുണ്ടാകും, നീ വെയിറ്റ് ചെയ്യാൻ പറയും. നമ്മളെങ്ങനെ വെയിറ്റ് ചെയ്യും? പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യും. ഒരു 3 മാസം പ്രാർത്ഥിച്ച്, എല്ലാം നഷ്ടപ്പെട്ട് തെച്ച് കഴുകിപ്പോയ വിഷയമാണേ. 3 മാസം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ഏജൻറ്റിനെ കിട്ടി എറണാകുളത്തു നിന്നും. അയാൾ വേറെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വാങ്ങിച്ചു തന്നു. അതിനുവേണ്ടി വന്ന് അനുഗ്രഹം മേടിച്ചുകൊണ്ട് പൈസ ഇല്ല, മറ്റേ പൈസ ഇല്ല, അപ്പുറത്ത് പോയിരിക്കുക. പിന്നെ ബന്ധുക്കളെയും സ്വന്തപ്പെട്ട ഒരു സഹോദരനെ കണ്ട് കാര്യങ്ങൾ പറയാൻ അവരുടെ കാശ് വാങ്ങിക്കാൻ വേണ്ടി ഈ സഹോദരി പോകും, അമ്മ പോകും, കൊച്ചിൻ്റെ അമ്മ പോകും. കാശും കൊണ്ട് വന്നു വെച്ചാൽ എനിക്ക് 20,000 രൂപ തന്നു. ഞാൻ എന്ത് പരിപാടി എന്ന് ചോദിച്ചു. എല്ലാം നക്കിയവൻ്റെ ഗിരിതാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പരിപാടി നടക്കത്തില്ല, അല്ലാതെ തന്നെ ഞാൻ കാശ് മേടിക്കത്തില്ല. അതിലച്ഛൻ നമ്മുടെ അച്ഛൻ മേടിക്കേണ്ട, നമ്മുടെ പള്ളി പണിയാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾ മകളുടെ അഡ്മിഷന് വേണ്ടി മേടിച്ച കാശല്ലേ ഇത്, അതെന്തിനാ പള്ളിക്ക് തരണത്? അങ്ങനെയല്ല അച്ഛാ, ഇത് ദശാംശമാണ്. എനിക്ക് 2 ലക്ഷം രൂപ കിട്ടി, അതിൻ്റെ 10.20 രൂപ അച്ഛൻ പള്ളി പണിയാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പള്ളി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിശ്വാസികൾ വിശ്വാസം ജീവിക്കുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കയറിപ്പോയി പുതിയ കോളേജിൽ പോയി. പുതിയ കോളേജിലാണ്, റഷ്യയിൽ തന്നെ പുതിയ കോളേജിൽ. മറ്റേ കോളേജ് പോകുമ്പോട്ട് പോയി, അവിടെ പഠനം നടത്തണില്ല. പുതിയ കോളേജിൽ അഡ്മിഷൻ എടുത്ത് MBBS അഡ്മിഷൻ എടുത്ത് നടക്കുകയാണ്. ആ സമയത്ത് അവർക്ക് കർത്താവ് ഒരു ഹെൽപ്പ് ചെയ്ത്. എന്താണ്? ഇവരുടെ ബോംബിട്ട് പോയ ഹോസ്റ്റലിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട്
ഒരു കണക്ഷൻ കിട്ടി. അവരുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ വാ, നമ്മൾക്ക് കോളേജ് അധികൃതരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഹോസ്റ്റൽ അധികൃതരുണ്ട്, നിങ്ങളുടെ മുറി സംഭവം ഉണ്ടെങ്കിൽ പഴയ പ്രോജക്റ്റ് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മാതാവ് അവരുടെ കൂടെ പോകും. എന്താ കാര്യം, ഉടമ്പടി ചെയ്തിരിക്കണതല്ലേ. അമ്മ അവരുടെ കൂടെ പോയി ആ പഴയ ഹോസ്റ്റലിൽ നിന്ന് പ്രോജക്റ്റ് എടുത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് പുതിയ കോളേജിൽ കൊടുത്ത് പ്രിൻസിപ്പളിനെ കൊടുക്കുമ്പോഴെന്താ സംഭവിക്കണത്, പ്രിൻസിപ്പൾ പ്രോജക്റ്റ് നോക്കി, അവരുടെ വർക്ക് ബുക്ക് നോക്കി, സർട്ടിഫിക്കറ്റ് നോക്കി വെരിഫൈ ചെയ്തിട്ടും പറഞ്ഞ് കുഴപ്പമില്ല, ഇവിടുന്ന് 2.5 വർഷം നീ പഠിച്ചതായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇനി 1.5 വർഷം കൂടി പഠിച്ചാൽ മതി എന്ന് കൈയിടിച്ച് കർത്താവിലേക്ക് യേശുവേ യേശുവേ ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന